ഇന്ന് സൺഡേ ആയിട്ട് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കുറുമക്കറിയും ആയിരുന്നു കേട്ടോ. അതൊക്കെ വേഗം ഉണ്ടാക്കി. പക്ഷേ ഇൻഡക്ഷനിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല, വോൾട്ടേജ് തീരെ കുറവായിരുന്നു കേട്ടോ. ഒരു ചൂടുവെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ അത് 1 മണിക്കൂറായി, ചൂടാവണേ ഇല്ല. അപ്പോഴാണ് മനസ്സിലായത് വോൾട്ടേജ് ഇല്ലയെന്ന്. അപ്പോൾ ഞാൻ ഗ്യാസ് ഉപയോഗിച്ചു കേട്ടോ. ഗ്യാസ് എപ്പോൾ തീരുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ അച്ഛനും മക്കളും കൂടി അവിടെ ഡാൻസ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്ത് പോയിട്ടോ. സൺഡേ എപ്പോഴും ഇടയ്ക്കൊക്കെ പുറത്ത് പോകാറുണ്ട്. സൺഡേ മാർക്കറ്റിലേക്ക് ആദ്യം പോയിട്ടോ. പിന്നെ തിരിച്ചു വരുന്ന വഴിയിൽ നമ്മുടെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഞ്ചാബിലും ഉണ്ടെന്ന് മനസ്സിലായി. അവിടെയൊക്കെ കുറേ സ്ഥലത്ത് അരിവാളും ചുറ്റികൊക്കെ വെച്ചിട്ടൊരു കൊടി വെച്ചിരിക്കുന്നു, CITU എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമേഷ് പറയും ഇവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോയെന്ന്. ഞാൻ വിചാരിച്ചത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ല, പഞ്ചാബിലുണ്ടെന്ന് എനിക്ക് തോന്നണത്. പിന്നെ ഇതിന് അവിടെ കൊടി വെച്ചിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നഴ്സറി പോയിട്ട് ഇവിടെ ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒത്തിരി വലിയ സ്നേക്ക് പ്ലാന്റ് ആണ്. അതിന് 150 രൂപയുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ നല്ല റേറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ സൈഡിൽ യെല്ലോ കളറായിട്ടുള്ളത് അതൊക്കെ വാങ്ങി. പിന്നെ വരണ വഴിക്ക് നല്ല ചൂടൊക്കെ ആയി തുടങ്ങി ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോണൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടുന്ന് ചന ഭട്ടൂരൊക്കെ മേടിച്ച് പാഴ്സൽ മേടിച്ചിട്ടാട്ടോ ക്വാർട്ടേഴ്സിൽ പോയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടോ. ആ ബുദ്ധനിരിക്കേണ്ട ബാക്കിൽ ഒരു സർക്കിളിൽ അവിടെ വൈറ്റ് പെയിൻറ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. സ്പ്രേ ചെയ്യണതാട്ടോ മേടിച്ചത്. പക്ഷേ പകുതി ആയിപ്പോയിക്കും സ്പ്രേ ചെയ്യണ ബോട്ടിൽ കാലിയായിപ്പോയി. ആ ബാക്കിലൊന്നും അടിക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നേക്ക് പ്ലാന്റ് ആട്ടോ. ഇതിങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു. 2 മാസമായിട്ട് നട്ടിട്ട്. പക്ഷേ ഇതൊന്നും മുളയ്ക്കാത്തത് കൊണ്ട് ഞാനത് വലിച്ചൂരി കളഞ്ഞപ്പോൾ അതിൽ വേരൊക്കെ വന്നിരിക്കണു. പിന്നെ ഞാനതെടുത്ത് വേറൊരു പാത്രത്തിൽ പോട്ടിൽ നട്ടു കേട്ടോ, ഫ്ലവർ പോട്ടിൽ നട്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചെടികളൊക്കെ ചെറുതായിട്ട് നട്ടു. ഇനി കുറച്ച് മണ്ണും കൂടി എടുത്തിട്ട് വരണം. ഈ മണ്ണെടുക്കൽ കുറച്ച് പാടാണ് കേട്ടോ. ഈ ഉമേഷിൻ്റെ കാല് പിടിച്ചാൽ ഉമേഷ് എടുക്കാൻ വരുള്ളൂ. ഇന്ന് പിന്നെ സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഗാർഡനിൽ അങ്ങനത്തെ ഒരു സംഭവം ചെയ്തു. ആ സർക്കിളിൻ്റെ മേലെ ചെറിയ ബോട്ടിൽ ചെടി നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരമായി, വിളക്കൊക്കെ വെച്ചു, കുറച്ച് നേരം നടക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഇന്ന് വെക്കണം. ചിക്കൻ ചുക്കയാട്ടോ വെക്കണത്. ഇതിന് മുന്നേ ഞാൻ ചിക്കൻ ചുക്ക വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വേറൊരു രീതിയെ തോന്നുന്നു. ഇൻസ്റ്റയിൽ കണ്ടതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസിലത് വെച്ചത്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് നോക്കുന്നുണ്ട് തീരാറായോ എന്ന്. പക്ഷെ തീരാറായിട്ടില്ല തോന്നുന്നു. തീരാറായി, പക്ഷെ ഇപ്പം തീരില്ല തോന്നുന്നു. എന്നാൽ ചതുക്കില്ലായിരിക്കും ഗ്യാസ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ എൻ്റെ നാരങ്ങാച്ചാറും കൂട്ടി ഞങ്ങൾ കഴിച്ചു. അപ്പം ശരി.